ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇത് നമ്മളെ കാരണവല വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇവിടെ ഒരു 1.5 മീറ്റർ വീതിയുള്ള ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 4-5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റിങ്ങും ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെങ്കല്ലിൻ്റെ ഡിസൈനിലുള്ള ടൈൽസാണ് ഇവിടുത്തെ ഫില്ലറിന് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് തേക്കിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ തേക്ക് ഇവിടെ പറമ്പിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ വീടിൻ്റെ മെയിൻ ഡോറും ബാക്ക് ഡോറും അതുപോലെ തന്നെ ഇതിനാവശ്യമുണ്ടായ എല്ലാ ജനൽ ഫ്രെയിമുകളും ആ ഒരു തടിയിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനൊക്കെ ഇതിൻ്റെ ലേബർ ചാർജേ വന്നിട്ടുള്ളൂ. മെയിൻ ഡോറ് തുറന്ന നേരെ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹാള് തന്നെയാണ്. ഹാളിൽ 3 കള്ളി ജനൽ കൊടുത്തിട്ടുണ്ട്. വെള്ളയിൽ ഗ്രേ കളർ ഷെയ്ഡിംഗ് ഉള്ള ടൈൽസാണ് ഈ വീടിന് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോറിനോട് ചാരിയാണ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഇരുവശങ്ങളിലുമായി 3 കള്ളിയുടെയും 2 കള്ളിയുടെയും 2 ജനാലകൾ നൽകിയിട്ടുണ്ട്. ചുമരിൽ ഒരു ഷോക്കേഴ്സ് കൂടി ഈ റൂമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂം ഉള്ളത്. 2 ബെഡ്റൂമും ഒരുപോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടും 3 മീറ്റർ വീതിയും 3 മീറ്റർ നീളവുമാണ് ഇതിൻ്റെ ഉൾവശം ഉണ്ടാവുക. രണ്ട് ബെഡ്റൂമുകളുടെയും നടുവിലായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ കമ്പിയിൽ വുഡിൻ്റെ സ്റ്റാൻഡൊക്കെ കൊടുത്ത് ഒരു മനോഹരമായ ഫ്ലവർ വൈസും ഇവിടെ
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു കോമൺ ബാത്റൂമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഡോറിലൂടെ നേരെ കിച്ചണിലേക്ക്. വായുസഞ്ചാരത്തിനും വെളിച്ചത്തിനുമായി രണ്ട് വശങ്ങളിലായി 2 വെന്റിലേഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫർണിച്ചേഴ്സ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നേയുള്ളൂ.